പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് ശമനമാകുന്നു എന്നതിന്റെ നിർണായക സൂചനകൾ പുറത്തുവരികയാണ്. എല്ലാം അവസാനിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു നയതന്ത്ര നീക്കമാണിത്. ചൊവ്വാഴ്ചയാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ ട്രംപ് മോദിയെ വിളിച്ചത്. ഈ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇറാൻ യുദ്ധത്തിൽ അയവ് വരുത്താൻ ഇന്ത്യ പിന്തുണ നൽകുന്നുണ്ടെന്നും എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എക്സിലെ തന്റെ പോസ്റ്റിൽ അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് തുറന്നിടേണ്ടതിന്റെ പ്രാധാന്യവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാണെന്നും ഉറപ്പാക്കേണ്ടത് ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണെന്നും സമാധാന ശ്രമങ്ങൾക്കായി ഇരു രാജ്യങ്ങളും നിരന്തരം സമ്പർക്കം പുലർത്തുമെന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. ഇറാനുമായിട്ടുള്ള സംഘർഷം പരിഹരിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ സംഭാഷണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇറാനിലെ അജ്ഞാത നേതാക്കളുമായി വളരെ നല്ലതും ക്രിയാത്മകവുമായ ചർച്ചകൾ നടന്നു വരികയാണെന്ന് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ട്രംപ് കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലെ ശത്രുത പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിജയകരമായാൽ ഈ വെടിനിർത്തൽ സ്ഥിരമായേക്കാം. ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ സംയുക്ത വ്യോമാക്രമണം നടത്തി ഈ യുദ്ധം ആരംഭിച്ചത്. അമേരിക്കൻ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നും ഇസ്രയേൽ ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നും പേരിട്ട ഈ നീക്കത്തിന് മറുപടിയായി UAE, ബഹ്റൈൻ, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അമേരിക്കൻ കപ്പലുകളുടെ യാത്ര ഇറാൻ പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയുടെ LPG വഹിച്ചുള്ള കപ്പലുകൾക്ക് ഈ പാതയിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ സുഗമമായി സഞ്ചരിക്കാൻ ഇറാൻ അനുമതി നൽകുന്നുമുണ്ട് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നയതന്ത്ര സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ട്രംപിന്റെ ഈ ഫോൺ കോൾ. സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് പശ്ചിമേഷ്യയെ സമാധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഈ പുതിയ നീക്കങ്ങൾ എത്രത്തോളം വിജയം കാണുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.